ഹായ് ഡിയർ ഫ്രണ്ട്സ്, ദുബായിൽ വിൻ്ററൊക്കെ തുടങ്ങി. എന്താ പരിപാടി? വീട്ടിൽ തന്നെ ഇരിക്കണോ? പുറത്തേക്കൊന്നും ഇറങ്ങണ്ടേ? അല്ല അടിച്ചു പൊളിക്കണ്ട. അല്ല അടിപൊളി സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വേറെ എവിടെയല്ല, ദുബായ് മറീനയിൽ. നിങ്ങൾക്ക് ഒരു ഈവനിങ്ങിൽ ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കാം കേട്ടോ. ഒരു സൺസെറ്റൊക്കെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി. നിങ്ങൾ യുടെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ദുബായിയുടെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ വന്നെത്തേണ്ട മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഷോബായ് റിയാലിറ്റിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ട്രാമിൻ്റെ ബോർഡ് നോക്കി നേരെ പോവുക. ദുബായ് മറീനയിലാണ് അത് സ്റ്റോപ്പ്. ജുമേര ലേക്സ് ടവർ കാണാം. അതിൽ നിന്ന് നേരെ താഴോട്ട് സ്റ്റെപ്പ് വഴി താഴോട്ട് പോവുക. ഇതാണ് കാണുന്ന മെട്രോ സ്റ്റേഷൻ, ഷോബായ് റിയാലിറ്റി മെട്രോ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയതിന് ശേഷം ആ ബ്രിഡ്ജ് കണ്ടില്ല, ഇപ്പോൾ കാണുന്ന ഈ ബ്രിഡ്ജുകൾ കണ്ടില്ലേ, ഈ ബ്രിഡ്ജ് വഴി നമ്മൾ ഈ സ്റ്റേഷനിൽ ഇപ്പം ഈ ട്രാമിൻ്റെ ഈ കാണുന്ന സ്റ്റേഷനിൽ എത്തും. അത് നടന്ന് വരണം കേട്ടോ. അവിടെ നിന്ന് നടന്ന് വരുന്ന ദൂരമാണ്. അത് എത്തിയതിന് ശേഷം എന്താ ഇവിടെ കാർഡ് പഞ്ച് ചെയ്യാം. കാർഡ് പഞ്ച് ചെയ്ത് ഉള്ളിൽ കയറാം. ഞാൻ ആ കാർഡ് പഞ്ച് ചെയ്തു ശേഷം ട്രാമൊന്ന് കാത്തു നിൽക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ട്രാമൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ട്രാം കാത്തു നിൽക്കുകയാണ്. ട്രാം ഇപ്പം തന്നെ വന്ന് എത്തിച്ചേരും. അങ്ങനെ കുറേ നേരം കാത്തുന്നതിന് ശേഷം ഇതാ ട്രാം എത്തി. ട്രാമിൽ കയറാനുള്ള തിരക്കാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള ആളുകൾ, ടൂറിസ്റ്റുകളാണ് ഈ ട്രാമിൽ പോണത്. നേരെ ബീച്ചിലേക്കാണ് ഈ ട്രാം പോണത്. ബീച്ചിനെ തൊട്ടടുത്ത് കൂടെ കറങ്ങി തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് നെക്സ്റ്റ് മെട്രോ സ്റ്റേഷനിൽ വന്ന് ചേരുകയാണത്, DMCC മെട്രോ സ്റ്റേഷനിൽ. അപ്പോൾ ട്രാമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഞാനിതിന് മുന്നേ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ട്രാമിൽ കയറുകയെന്ന് പറഞ്ഞാൽ 2019 കേട്ടോ. 19 UAEയിലല്ല, ഞാൻ ലക്സംബർഗ് എന്ന രാജ്യത്ത് പോയപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ട്രാമിൽ കയറുന്നത്. ഈ ട്രാം കണ്ടില്ല പോകുന്ന നോക്കിയാൽ റോഡിനോട് ചേർന്ന് തന്നെയാണ്. അധികം സ്പീഡിലല്ല പോവുക. കാരണം വെച്ചാൽ ട്രാഫിക്കിൻ്റെ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യണ കണ്ടില്ല. ആ റോഡ് ക്രോസിങ് ചെയ്യുമ്പോൾ വളരെ സ്ലോയിലാണ് പോണത്. പക്ഷേ അവർ ഹോണൊക്കെ അടിച്ചിട്ടാണ് പോകുക. എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വന്ന് കറങ്ങണമെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും. ഒരു നല്ലൊരു ഈവനിങ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിനൊക്കെ നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു യാത്രയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ വരിക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. ട്രാം എത്തിപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. ആദ്യത്തെ സ്റ്റോപ്പിലല്ല, രണ്ടാമത്തെ ജുമേര 2 എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ബീച്ചിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ അവിടെ ഇറങ്ങണം. അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നടക്കേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുക. രണ്ടാമത്തെ സ്റ്റോപ്പ് ജുമേര റെസിഡൻസി 2, അവിടെയാണ് ഇറങ്ങേണ്ടത് കേട്ടോ. സ്റ്റോപ്പിൻ്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക, ജുമേര ലേക്ക് ടവർ 2. ഓക്കെ, അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കാർഡ് പഞ്ച് ഔട്ട് ചെയ്യാൻ മറക്കരുത്. പഞ്ച് ഔട്ട് ചെയ്തില്ലെങ്കിൽ മെട്രോയിലെ പോലെ തന്നെ കാശ് നഷ്ടപ്പെടും നമ്മളെ. ഓക്കെ, അപ്പോൾ എല്ലാവരും കാർഡ് പഞ്ച് ഔട്ട് ചെയ്യേണ്ട. ആ ഓറഞ്ച് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ടാവും. മെഷീനത്തിൽ നേരെ പഞ്ച് ഔട്ട് അടിക്കുക, പുറത്തേക്ക് കിടക്കുക. പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ജുമേര ബീച്ച് റെസിഡൻസി 1. ഞാൻ ആദ്യം ഇറങ്ങിയത് റെസിഡൻസി 1ലാണ്, പിന്നെ റെസിഡൻസി 2ലാണ് പിന്നെ പോയത്. നിങ്ങൾ ഇറങ്ങേണ്ടത് റെസിഡൻസി 2ലാണ് കേട്ടോ. അവിടെ ബീച്ചിലേക്ക് ഡയറക്റ്റ് നടന്നെത്താം. ഇത് ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 1ൽ ഇറങ്ങിയതാണ്. ഉണ്ടല്ലേ, അടുത്ത ട്രാം നമ്മൾ വന്നിറങ്ങിയതിന് ശേഷമുള്ള ട്രാമാണ് ആ പോണത്. ഇവിടെ ഒരുപാട് VIP ഏരിയകളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫുഡുകൾ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെ നാടൻ ഫുഡുകൾ കിട്ടുന്ന സ്ഥലം കുറവാണ് ഈ ഭാഗത്തൊക്കെ. പിന്നെ അവിടെ നിന്ന് നടന്ന് വരുമ്പോഴും ഇവിടെ ഫുള്ള് റോഡിൻ്റെ അവിടെ 4 ചുറ്റും പോകാനായിട്ട് ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. കണ്ടില്ലേ, ആ ബ്രിഡ്ജ് കണ്ടില്ലേ? ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ പോകാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാം. താഴത്ത് കൂടെ സീബ്ര ലൈൻ ഇല്ല, നമുക്ക് മേലത്ത് കൂടെ വേണം പോകാനായിട്ട്. മേലക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വഴി നമുക്ക് മേലേക്ക് പോകാൻ പറ്റും. ലിഫ്റ്റ് മേലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാൻ കയറി ലിഫ്റ്റിൽ. ശേഷം മേലെത്തിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് റോഡിൻ്റെ 4 ചുറ്റിൽക്കും പോകാം. മനസ്സിലായോ? 4 കോർണറുകൾക്കും പോകാനുള്ള ബ്രിഡ്ജാണ്. ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ, ഫാമിലി ആയിട്ട് ഇതേ ഒരു കുട്ടീനായിട്ട് വന്ന് നിൽക്കുക. സ്ത്രീ ഏതോ വിദേശ വനിതയാണ് കണ്ടിട്ട് തോന്നുന്നു. കണ്ടില്ലേ, അപ്പോൾ ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന ആളുകളൊക്കെ, നടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ബ്രിഡ്ജാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് യൂസ് ചെയ്യണം കേട്ടോ. റോഡിൻ്റെ അടിയിൽ കൂടെ മുറിച്ചിറക്കണതിൽ നല്ലത്. ടൈം വേസ്റ്റ് അല്ല നിങ്ങളെ.
ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതിൻ്റെ മേലെ കൂടെ കയറി അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബ്രിഡ്ജ് നല്ല സേഫ്റ്റിയാണ്, ഒരു കുഴപ്പമില്ല. വേണ്ടില്ല, നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജ്. നമ്മളെ നാട്ടിൽ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും ഇങ്ങനെ പണിതിട്ടുണ്ട്. അതേപോലെ ഇതൊരു ചെറിയൊരു 4 കൂടിയ ജംഗ്ഷൻ എന്ന് പറയില്ല, ആ ജംഗ്ഷനിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ളൊരു ക്രോസിങ് ബ്രിഡ്ജാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നീറ്റ് ആൻഡ് ക്ലീൻ. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്ത് എത്തണത് ഇതാ ബോട്ട് സഫാരി കാണുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ഒരു ബ്രിഡ്ജും കൂടി ക്രോസ് ചെയ്യാനുണ്ട് അപ്പുറത്തേക്ക്, ഈ റിവറിൻ്റെ അപ്പുറത്തേക്ക്. അത് നമുക്ക് ബ്രിഡ്ജ്, വണ്ടി പോണ ബ്രിഡ്ജുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നടന്നുകയാണെങ്കിൽ നടന്നും ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ, അവിടെ നിന്ന് നമുക്ക് ബോട്ടിന് റൈഡ് പോകാൻ പറ്റും. അപ്പുറത്തെ കരയിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ബോട്ടുകളെ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടുന്ന് റൈഡും പോകാം നമുക്ക്, നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ബോട്ടുകൾ ബുക്ക് ചെയ്തിട്ട്, ഗ്രൂപ്പ് ബോട്ടാണെങ്കിൽ ഗ്രൂപ്പ്, ഇൻഡിവിജ്വലായിട്ടാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അടിപൊളി ബോട്ട് യാത്രയൊക്കെ നമുക്കിപ്പോൾ കണ്ടില്ല, വെള്ളക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നല്ല ലക്ഷറി ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നു. നമ്മളെ ബഡ്ജറ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള ഗ്രൂപ്പ് ടൂറുകളൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. ബീച്ചിലേക്ക് വരികയാണെങ്കിൽ 3 മണിക്ക് ഇവിടെ എത്തണം, നല്ല കാര്യമുള്ളൂ. കാരണം സൺസെറ്റ് കണ്ടിട്ട് അതിന് ശേഷം ബോട്ട് റൈഡിങ്ങിലേക്ക് നിങ്ങൾക്ക് പോവാം. ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ ട്രാമിലൊക്കെ ഒന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കറങ്ങാം. ഓക്കെ, അപ്പോൾ മഞ്ഞുകാലം ആകുമ്പോഴേ അസ്തമയം പെട്ടെന്നാവും, അതായത് വൈകിട്ട് 5 മണിക്കൊക്കെ അസ്തമയമാവും.
അതുപോലെ തന്നെ ദുബായിയുടെ ബസ് കിട്ടാ, ദുബായിയുടെ ടൂറിസ്റ്റ് ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റലിയുടെ കേട്ടാ. ഇറ്റലി റെസ്റ്റോറൻ്റ് ഒരു പരസ്യമാണ് ഈ ഓട്ടോറിക്ഷ. ഇത് റൈഡിങ്ങിനുള്ളതല്ല, കണ്ടില്ലേ? സ്മോക്കി ബീച്ച്. സ്മോക്ക് ചെയ്യണവർക്കൊക്കെ, ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ഇവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക, സ്മോക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസായിട്ട് കരിമ്പിൻ ജ്യൂസോ അല്ലെങ്കിൽ വാട്ടർ ലെമൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബീച്ചിലെ കാഴ്ചകളും അതേപോലെ ട്രാമിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇവിടെ വരിക, അതിങ്ങനെ എൻജോയ് ചെയ്യുക. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ. നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്, യാത്ര വീഡിയോസൊക്കെ. എല്ലാവർക്കും ബൈ.